ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ഓരോ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തന പുസ്തകം 139 1, 2, 3, 4 വാക്യങ്ങൾ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തു നിന്നും ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേൽ ഇല്ല. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, ഈ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം, ഇടപെടണം. കഷ്ടതയിലും ഭാരത്തോടും പ്രയാസത്തോടും ഇരിക്കുന്ന ജനങ്ങളുണ്ട്. കർത്താവേ, അവിടുന്ന് സംസാരിക്കണം, ഇടപെടണം. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ദൈവവചനത്തിന് വിധമായി പൊങ്ങുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കുടുംബത്തിനുള്ള എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. എല്ലാ ഭവനത്തിലുള്ള കെട്ടുകൾ അഴിയട്ടെ. അന്ധകാര ശക്തികൾ ഉടയട്ടെ. കുടുംബത്തെ അസമാധാനങ്ങൾ കൊണ്ടുവന്ന് എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. ഓരോ കുടുംബത്തെയും അതേ സമാധാനത്തെ കൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവ്, കുടുംബങ്ങളിൽ രോഗങ്ങളെ കൊണ്ടുവന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ നാമത്തെ മാറട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ ശാസിക്കുന്നു. കർത്താവെ, ഓരോ ജനത്തെയും അനുഗ്രഹിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവെ, നീ അവിടുന്ന് ഇടപെടണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തുനിന്നും ഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദ് പറയുകയാണ്, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ കഷ്ടതയോടിരിക്കുന്ന ചില വ്യക്തിമണ്ഡലങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചില ദൂത് പറയുവാനുള്ളത്. നിൻ്റെ കഷ്ടത, നിൻ്റെ നിരൂപണങ്ങൾ, നിൻ്റെ അവസ്ഥയെ അറിയുന്ന ദൈവം. ഞാൻ എങ്ങനെ ഈ പ്രതിസന്ധി മുൻകടക്കുമെന്ന് ഭാരപ്പെടുന്ന ചില കുടുംബങ്ങൾക്ക് കർത്താവ് ചില പുതുവഴികളെ തുറക്കുകയാണ്. എങ്ങനെ എൻ്റെ ഈ വിഷയത്തിന് മേൽ ഞാൻ ജയമെടുക്കും, എങ്ങനെ എൻ്റെ ഈ സാഹചര്യം മുന്നേറുമെന്ന് ഭാരപ്പെടുന്ന ചില കുടുംബങ്ങളെ കർത്താവ് അത് വഴികളെ തുറക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. അൻകൂഷബോ റകനഹസ്തിയ അൽബറേഖനാദിയ. ചില വിദൂരങ്ങളിലുള്ള ചില കുടുംബങ്ങൾക്ക് ചില പുതുവാതിലുകളെ സ്വർഗം തുറന്നിരിക്കുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ നിരൂപണങ്ങളല്ലോ എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധി നേരിടും, എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് അവൻ നിനക്കായി ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നീ മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പിലും പിമ്പിലും എന്നെ അടച്ചിരിക്കുന്നു. നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു. അത് എന്നെ ഗ്രഹിച്ചുകൂടാത്തവണ്ണം ഉന്നതമായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നടപ്പ് നല്ല വഴിയാണോ അതോ ദുഷ്ടൻ്റെ വഴിയാണോ? പലപ്പോഴും നമ്മുടെ വഴികൾ ദൈവത്തിന് ഹിതമുള്ള വഴിയാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന മനുഷ്യനാണോ? ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയും നിൽക്കുകയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കുകയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ.
ഒന്ന്, നിൻ്റെ നടപ്പ് ദൈവഹിതമുള്ള നടപ്പായിരിക്കണം. 2, നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന വ്യക്തിയാകരുത്. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടക്കുന്ന വ്യക്തിയായി മാറിയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ നിരൂപണങ്ങൾ, നിൻ്റെ പ്രയാസങ്ങൾ, നിൻ്റെ ഏതവസ്ഥകളെയും മാറ്റുന്ന ഒരു കർത്താവിനെ കാണുവാൻ സാധിക്കും. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് നിന്നോട് പറയുകയാണ്, നീ രാപ്പകൽ ധ്യാനിക്കണം. എന്താണ് ധ്യാനിക്കേണ്ടത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നിനക്ക് സമാധാനവും സന്തോഷവും സമൃദ്ധിയും, അതിനപ്പുറമായി നീ ജ്ഞാനമുള്ള വ്യക്തിയായി മാറും. അതിലൂടെ നിൻ്റെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകും. അവൻ അറ്റിനകത്ത് നട്ടിരിക്കുന്ന തക്കഫലം വായിക്കുകയും ചെയ്യുന്ന ഇല വാടാത്തതുമായ വൃക്ഷം പോലെയും ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിൻ്റെ നല്ല നിരൂപണങ്ങളാകട്ടെ, നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴി നിൽക്കാതെ പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെ യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവരായി മാറട്ടെ. അങ്ങനെ നീ ചെയ്താൽ നീ സമൃദ്ധി, അനുഗ്രഹം നിൻ്റെ ജീവിതത്തിലുണ്ടാവും. നിൻ്റെ മക്കൾ ഉന്നതരാവും. ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന അനേക കുടുംബങ്ങൾ തകർച്ചയുടെ അവസ്ഥയിൽ, കുഞ്ഞുങ്ങൾക്ക് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങളെ നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. ചില കുടുംബങ്ങളെ കർത്താവ്, കുടുംബങ്ങളുടെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവം, നിനക്കായി അവൻ പൊതുവാതിലുകളെ തുറന്നിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കട്ടെ. യെശയ്യാപ്രവചനം അതിൻ്റെ 28-ാം അധ്യായം 22-ാം വാക്യം, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്നും കേട്ടിരിക്കുന്നു. ചെവി തുറന്ന് എൻ്റെ വാക്ക് കേൾപ്പിൻ, ശ്രദ്ധിച്ച് എൻ്റെ വചനം കേൾപ്പിൻ. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ആകയാൽ നിങ്ങളുടെ ബന്ധനം മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, എൻ്റെ അഭിഷിക്തന്മാരെ, നീ പരിഹാസിക്കുന്നവനും മറ്റുള്ള അഭിഷിക്തനെ നിന്ദിക്കുന്നവനുമാകരുത്. നിൻ്റെ സഭയിലൊരു അഭിഷിക്തൻ കടന്നു വരുമ്പോൾ അതേ നീ കൈയും കാലും കണ്ണും കാണിച്ച് ആ അഭിഷിക്തനെ നിന്ദിക്കുന്നവനായി മാറരുത്. നിൻ്റെ നിരൂപണങ്ങളും നിൻ്റെ പ്രവൃത്തികളും അറിയുന്ന ഒരു സ്വർഗത്തിലെ അപ്പച്ചനുണ്ട്. അവൻ സകലതും വീക്ഷിക്കുന്നവനാണ്. അവൻ നിൻ്റെ ഹൃദയങ്ങളെയും ഹൃദയ ചിന്തകളെയും നിരൂപിക്കുന്ന ദൈവമാണ്. നീ അങ്ങനെ ചെയ്താൽ നീ ബന്ധിക്കപ്പെടുന്നവനായി മാറും. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങളെ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികൾ ആയിരിക്കരുത്. സർവ്വഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യമുള്ള ദൈവമായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തുറന്ന് അവൻ്റെ വാക്കുകളെ കേൾപ്പിൻ, ശ്രദ്ധിച്ച് അവൻ്റെ വചനത്തെ കേൾപ്പിൻ. എന്നെ കേൾക്കുന്ന സഹോദര, മറ്റുള്ളവനെ നീ ശ്രേഷ്ഠനാണെന്ന് എണ്ണുവാൻ സാധിക്കട്ടെ. മറ്റുള്ളവനെ നിന്ദിക്കുവാനോ പരിഹസിക്കുവാനോ നമുക്ക് അധികാരമില്ല. ഒരുപക്ഷെ നമ്മൾ മറ്റൊരഭിഷിക്തനെ നിന്ദിക്കുവാനും ജനത്തിൻ്റെ മധ്യയിൽ നമ്മൾ പരിഹസിക്കപ്പെടുവാണെങ്കിൽ നമ്മൾ ബന്ധനത്തിലകപ്പെടും. അങ്ങനെ ചെയ്താൽ നമ്മൾ ജീവിതത്തിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് അകന്നു പോവും. ആകയാൽ നീ മറ്റുള്ളവരെ ശ്രേഷ്ഠനാണെന്ന് കരുതുവാൻ സാധിക്കണം. നിൻ്റെ നിരൂപണങ്ങളെ അറിയുന്നവനായ ദൈവം, നിൻ്റെ എല്ലാ അവസ്ഥകളെയും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ ആ ദയ നീ ഒന്ന് ഓർക്കുക എൻ്റെ പ്രിയ സഹോദര. ആ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും നിരൂപണങ്ങളെ അറിയുന്ന ദൈവമാണ്. ലോക മനുഷ്യനെ പോലല്ല. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്ന് പകരുവാൻ സാധിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര,
നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവനായ ദൈവം. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഓരോന്നും നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ നമ്മുടെ ദൈവം അവൻ അറിയുന്നവനാണ്. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്ക് എൻ്റെ നാവിന്മേലില്ല. നീ മുമ്പിലും പിമ്പിലും എന്നെ അടച്ചു. നിൻ്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. നിൻ്റെ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാത്ത വണ്ണം ഉന്നതമാകുന്നു. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുനിവാസം വിട്ട് ഞാൻ എവിടേക്കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുമുണ്ട്. ഞാൻ ഉഷസ്സിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടും എന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്നെ ചുറ്റും രാത്രിയായിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവാകുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും. ഇരുട്ട് വെളിച്ചം എനിക്ക് ഒരുപോലെ തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ നടപ്പും നമ്മുടെ നിരൂപണങ്ങളും നമ്മുടെ ശോധന ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അനേകർ ഭാരത്തോടെ പ്രയാസത്തോടെ നിരൂപിക്കുന്ന കുടുംബമേ, കർത്താവ് നിനക്ക് പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. പ്രവചന ആത്മാവിൽ കൽപ്പിക്കുകയാണ്. അന്തശേഖരോപനിയ അടഞ്ഞ വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. നിൻ്റെ നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ് നിൻ്റെ രോഗങ്ങൾ കുടുംബത്തിൽ നിന്ന് മാറട്ടെ. കുടുംബത്തിൻ്റെ വലിയ കടഭാരങ്ങൾ യേശുവിൻ നാമത്തിൽ ഇത് കേൾക്കുമ്പോൾ ആമേൻ എന്ന് പറയുന്നൊരു ജീവിതത്തിൽ ആ കടഭാരങ്ങൾ മാറട്ടെ. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ജോലി ഉണ്ടാകട്ടെ. ഗൾഫിലും ഗവൺമെൻറ് ജോലികൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബത്തിലെ സമർപ്പിക്കുന്നു. കർത്താവേ, എഡ്യൂക്കേഷൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ലോണിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ലോൺ ഉണ്ടാകട്ടെ. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു. നിരൂപണങ്ങളെ അറിയുന്ന നിൻ്റെ നടപ്പും കിടപ്പും അറിയുന്നവനായ ദൈവം, പ്രിയ മാതാവേ, നീ ഭാരപ്പെടേണ്ട. നിനക്കായി കർത്താവ് പുതുവഴികളെ തുറന്നിരിക്കുകയാണ്. നിൻ്റെ നിരൂപണങ്ങൾ, നിൻ്റെ ഭാരങ്ങൾ അറിയുന്ന കർത്താവ്, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുവാൻ സാധിക്കും. നീ ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഇരിക്കാതെയും നീ യഹോവയെ രാപ്പകൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാൻ. നീ നിന്റെ ജീവിതത്തിൽ നീ നല്ല വഴിയിൽ നടക്കുക. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം മോശമായ കൂട്ടുകെട്ടിൽ നടക്കാതെ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം നടന്നാൽ നിൻ്റെ നിരൂപണങ്ങളെ അവൻ മാറ്റുന്ന ദൈവമാണ്. സമൃദ്ധി നൽകുന്ന ദൈവമാണ്. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിൻ്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ചില തകർച്ചയിലുള്ള ചില ബിസിനസ് മേഖലയിൽ തകർന്ന ചില കുടുംബങ്ങളുണ്ട്, വ്യക്തിമണ്ഡലങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എൻ്റെ വഴിയിൽ ഇന്ന് നടക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റി ഞാൻ ഉയർത്തുമെന്ന് പറയുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അനേക കുടുംബങ്ങൾ കഷ്ടതയിൽ ഭാരത്തോടെ ഇരിക്കുന്ന ജനങ്ങളുണ്ട്. അനേകരെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന വിഷയങ്ങളുണ്ട്. അവരുടെ രോഗാവസ്ഥകൾ മാറട്ടെ. കുടുംബത്തിൻ്റെ കടഭാരങ്ങൾ മാറട്ടെ. അവർ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ജനങ്ങൾക്ക് പുതുവാതിലുകളിൽ തുറക്കട്ടെ. കഷ്ടതയിലിരിക്കുന്ന ജനങ്ങളുണ്ട്. അവരുടെ സാമ്പത്തിക മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഈ പ്രോഗ്രാം കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെ ആത്മഹത്യ ചിന്തിക്കുന്ന ചില വ്യക്തിമണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ വിടുവിക്കട്ടെ. കർത്താവ്
കർത്താവെ ആ വ്യക്തിയെ നീ സ്നേഹിക്കുന്നതിനായി, ആ സഹോദരനെ സ്നേഹിക്കുന്ന കൃപയ്ക്കായി നന്ദി. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലെസ് യു.